എന്ന ചോദ്യം ഉയർത്തുകയാണ് പ്രതിപക്ഷം. അനിൽകുമാർ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം എന്നോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അനിൽകുമാർ, ഈ വാസുവും പത്മകുമാറും കൂടി സീനിലേക്ക് വരുന്നതോടെ CPIM കൂടുതൽ അക്കൗണ്ടബിൾ ആവുകയാണോ ഈ കൊള്ളയിൽ? അല്ല, CPIM 10 കൊല്ലമായി കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയമായി ധാർമ്മികമായി ചുമതല മറുപടി പറയാൻ ബാധ്യതപ്പെട്ട അക്കൗണ്ടുകളായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് LDF. ഞങ്ങൾക്ക് ഇക്കാര്യങ്ങളിലൊന്നും ഒരു ഭയവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒളിച്ചുമാറേണ്ട സാഹചര്യമില്ല. അക്കൗണ്ടബിലിറ്റി ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. അക്കൗണ്ടിൽ എഴുതുമ്പം ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രം അക്കൗണ്ടിൽ എഴുതിയാൽ പോരാ. കേരളത്തിൽ 9.5 കൊല്ലമായി നടന്ന മികവാർന്ന വികസനങ്ങളുടെ പൂക്കാലത്തിന്റെ നന്മകൾ ആളുകൾ ഓർക്കണം. അതോടൊപ്പം ഭരണതലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു തെറ്റായ കാര്യം നടന്നു. അത് കൊള്ളയാണ്, സ്വർണ്ണ കൊള്ളയാണ്. ഇത് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥന്മാർ അത് കൈകാര്യം ചെയ്തതിൽ 2 പങ്കുണ്ട്. ഒന്ന് ഭരണപരമായ വീഴ്ചയുണ്ട്, 2 തട്ട മുതൽ പങ്കിട്ട അനുഭവമുണ്ട്. തട്ടവരാരാണെങ്കിലും അകത്താണ്. അതിലൊന്നും രാഷ്ട്രീയമായ യാതൊരു സംശയലേശമെങ്കിലും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഏത് വ്യക്തിയിലേക്ക് എത്തി, ഏത് വ്യക്തിയാണ് എന്നൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ LDF എവിടെങ്കിലും ഏൽപ്പിക്കുന്നത് കാര്യം ചെയ്യാനുമല്ല. അതുകൊണ്ട് CPIM-നെ സംബന്ധിച്ചിടത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നയം വ്യക്തമാണ്. അവിടെ 2 ഭാഗങ്ങളുണ്ട്. ഭരണപരമായ പോരായ്മകളുണ്ടെങ്കിൽ അത് പ്രത്യേകമായി പരിശോധിക്കണം. 2, OT എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കട്ട സ്വർണം ആരൊക്കെ പങ്കിട്ടെടുത്തു അത് SIT ആണ് പറയേണ്ടത്. സ്വർണം എന്തായാലും കിട്ടിയത് ബഹുമാനപ്പെട്ട തന്ത്രി ഉദ്ഘാടനം ചെയ്ത് സ്വർണ്ണക്കടയാണ്. അപ്പൊ സ്വർണം അവിടെ കിട്ടിയതോടുകൂടി ആ മുതൽ പങ്കിട്ടെടുക്കപ്പെട്ടിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. വാസുവാണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും അതിന്റെ ഒരു ഓഹരി കൊണ്ടുപോയതായിട്ട് ഇതുവരെ SIT പറയുന്നില്ല. കട്ട സ്വർണം ഗോവർദ്ധന്റെ സ്വർണ്ണക്കടയിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ്. സ്വർണം കട്ടുന്നുള്ള സത്യമാണ്. പക്ഷേ ശരി, അതിന്റെ സാങ്കേതികത്വം. അനിൽകുമാർ, ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് ഇപ്പൊ ഇവർ രണ്ടുപേരും CPIM-ലെ ആൾക്കാർ കൂടിയാണല്ലോ. അപ്പൊ അവർ പിടിക്കപ്പെടുന്ന ഇത്തരം ഒരു കളങ്കിത പ്രവൃത്തിയിൽ അവർ പിടിക്കപ്പെടുന്നതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു ബാധ്യത CPIM-ന് ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ? അത് തന്നെയാണ് ഞങ്ങൾ ആർജവത്തോടെ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിലൊന്നും ഒരു തരത്തിലും ഞങ്ങൾക്ക് ഒഴിഞ്ഞു മാറേണ്ട സാഹചര്യങ്ങളില്ല. ഒരു ഭരണം നിലയ്ക്ക് ഒരു 9.5 കൊല്ലക്കാരൻ ഭരിക്കുമ്പോൾ ആ ഭരണത്തിന്റെ ആയിരക്കണക്കിന് മികവുകളോടൊപ്പം തന്നെ തിരിച്ചടികളോ പോരായ്മകളോ വരുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. അതിന് ചെക്ക് ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ മികവാർന്ന ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിന് ഞങ്ങൾക്ക് പിന്തുണ വേണം, അതിന് നിങ്ങൾ വാല്യൂ ചെയ്യണമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഈ പിഴവുകളുടെ ഉത്തരവാദിത്വവും ഞങ്ങൾ എടുക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. അവിടെ കൃത്യമായിട്ട് പറയാം, ഏതെങ്കിലും ഒരു പിഴവ് ഞങ്ങൾ രാഷ്ട്രീയമായി തീരുമാനിച്ചുണ്ടാക്കിയതല്ല. ശബരിമലയിൽ ഇത്ര കിലോ സ്വർണം കിടക്കണം എന്ന് ഞങ്ങൾ രാഷ്ട്രീയം തീരുമാനിച്ചാണോ? AK സെന്റർ നിയമിച്ച ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഈ പറയുന്ന ജോലിയെല്ലാം ചെയ്തത്. അവിടെ മേൽനോട്ടം വയ്ക്കാൻ പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങളെ ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ളൂ. അതിനപ്പുറം CPIM എന്ന് പറഞ്ഞാൽ അനിൽകുമാർ, CPIM എന്ന് പറഞ്ഞാൽ AK സെന്ററിൽ കൂടുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റോ മാത്രമല്ലോ. CPIM-ന്റെ ഏറ്റവും താഴെയുള്ള കേഡർ മുതൽ മുകൾ വരെ CPIM-കാരാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ആൾക്കാർ CPM-ലും CPM-ന്റെ പ്രധാനികളുമാണ്. അവരിക്കെ അവരുടെ മൗനാനുവാദത്തോടെയോ അല്ലെങ്കിൽ അവരുടെ മനഃപൂർവ്വമുള്ള അനുവാദത്തോടു കൂടിയോ ആണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്, സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുള്ളത് എന്ന് ഇപ്പോൾ കണ്ടെത്തുകയാണ് വാസുവിന്റെ കേസിലടക്കം ദേവസ്വം ബോർഡ്. അപ്പൊ അതൊരു കാര്യം. രണ്ടാമത്തെ എന്താണ്, കോടതിയാണ് ഇതിൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ശ്രീ അനിൽകുമാർ, അന്വേഷണം വേണമെന്ന കാര്യത്തിൽ കോടതി ആ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഇത് നിർബാധം തുടർന്നേനെ എന്ന ആശങ്ക കൂടി ഒരു വിഭാഗം ആളുകൾ പങ്കുവെക്കുന്നില്ലേ? അതിലൊരു ഭാഗം ഞാൻ പറയാം. അങ്ങ് പറഞ്ഞതിൽ 2 വിഷയമുണ്ട്. ഒന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഈ മോഷണം എന്ന് പറയുന്നത് നടത്തിയതിൽ തെളിഞ്ഞു കഴിഞ്ഞു. അതിൽ ഭരണതലത്തിലുള്ള മൗനാനുവാദം എന്ന് പറയുന്നത് നിയമിക്കപ്പെട്ട ബോർഡ് ഭാരവാഹികളുടെ ഭാഗത്താണ്. അതുണ്ടെങ്കിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുണ്ടെങ്കിൽ വരട്ടെ. രണ്ടാമത്തെ കാര്യം, 2019 ഈ സംഭവം ഉണ്ടായത്. 2025 എന്തെങ്കിലും മോഷണം നടക്കുകയോ അത് പോറ്റി കൊണ്ടുപോയി ഈ ഗോവർദ്ധന്റെ സ്വർണ്ണക്കട കൊടുക്കുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടുണ്ടായില്ല? 2025 കൃത്യമായി ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തത്. അപ്പോൾ സ്വർണം അതിൽ കൂടുകയാണ് ചെയ്തത്. 2019 ഉദ്യോഗസ്ഥന്മാരല്ല കൊണ്ടുപോയത്. പക്ഷെ അതിനുശേഷം കോൺട്രാക്ട് കിട്ടിയില്ലേ? ഇല്ല. അതാണ് നിങ്ങൾക്ക് വീണ്ടും തെറ്റിയത്. അങ്ങേപ്പോലെ എത്രയും പണ്ഡിതനായ പരിണതപ്രജ്ഞനായ നിഷാദ് റാവുത്തർ എന്ന് പറയുന്ന ഒരു മാന്യനായ അങ്ങ് പോലും എത്ര തെറ്റിദ്ധരിച്ചു. ഒന്നങ്ങ് പറയുന്നത് കോൺട്രാക്റ്റാണ്. സത്യമല്ല. കോച്ചിക്ക് കോൺട്രാക്റ്റും ഇല്ല. 2019 ചെയ്ത ഒരു കാര്യത്തിന്
വീണ്ടും കേടുപാടുകൾ വന്നപ്പോൾ അത് പരിഹരിക്കാനുള്ള 40 കൊല്ലത്തെ ചുമതലയുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോയി. ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോയപ്പോൾ അവിടെ ഹാജരാകാൻ പോറ്റി എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവകാശമുണ്ട്. പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടില്ല, കരാർ ഉണ്ടാക്കിയില്ല. 2019 ഉണ്ടായതിന്റെ തുടർച്ച ഇപ്പം നിർവഹിക്കപ്പെട്ടപ്പോൾ സ്വർണം കൂടുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ തിരുവാഭരണ കമ്മീഷൻ ജയിലിലല്ല. എന്തുകൊണ്ട് ജയിലിലല്ല? അയാൾ ഈ സ്വർണം പോറ്റിയുടെ കൊടുത്തു വിട്ടില്ല, ഈ മുതൽ പോറ്റിയുടെ കൊടുത്തു വിട്ടിട്ടില്ല. 2019 തിരുവാഭരണ കമ്മീഷൻ ജയിലിലാണ്. കാരണം എന്താണ്? അയാൾ പോറ്റിയുടെ കൊടുത്തു വിട്ടു. അടുത്ത ചോദ്യം, പോറ്റിയുടെ കൊടുത്തു വിടാൻ അന്നത്തെ ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിരുന്നോ? ഇല്ല. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് എന്താ പറഞ്ഞത്? പോറ്റിയുടെ കൊടുത്തുവിടാനല്ല, ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്യണം. ഇപ്പോഴത്തെ പോലെ അന്ന് ചെയ്തിട്ടില്ല. അതാണ് കുറ്റം. അതാണ് ഒരു ഞാൻ ചോദിക്കുന്നത് ഒരു കാര്യം കൂടി ചോദിച്ചു. എനിക്ക് ജ്യോതികുമാർ ചാമക്കലോട് എന്നോട് അതിനൊക്കെ ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ ശ്രീ അനിൽകുമാർ. ഇതിനകത്ത് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, കോടതിയാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, ഇതിന്റെ മൊത്തം കണക്കിൽ വ്യത്യാസമുണ്ടല്ലോ, ഭാരത്തിൽ വ്യത്യാസമുണ്ടല്ലോ, അന്വേഷണം വേണം, ഇപ്പോഴും കോടതിയാണ് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ കോടതി അതിനകത്തൊരു ഇനീഷ്യേറ്റീവ് എടുത്തില്ലായിരുന്നു എങ്കിൽ ഈ നമ്മുടെ ഈ പത്മകുമാറിന്റെ വാസുവിന്റെ ഒക്കെ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വ മേൽനോട്ടവും ഇല്ലാതെ ഈ സംഗതി നടന്നുകൊണ്ടേ ഇരുന്നേനെ എന്ന് ചില ഭക്തർ സംശയിക്കുന്നതിനെ എങ്ങനെ കാണുന്നു? ഒന്ന്, 2019 ഉണ്ടായ സംഭവത്തിന് തുടർച്ചയുണ്ടായിട്ടില്ല. നടന്നുകൊണ്ടേയിരുന്നേനെന്ന് പറഞ്ഞാൽ 2025 ഉണ്ടായില്ല. പ്രശാന്തിന്റെ കാലത്ത് അത് ആവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് നടന്നുകൊണ്ടേയിരുന്നേനെന്നുള്ള വാദം തെറ്റ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 2019 ശബരിമലയിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡ് ബഡ്ജറ്റ് ചുമതലയുണ്ട്. ദേവസ്വം ബോർഡ് നിയോഗിച്ചിട്ടുള്ള ഒരു കമ്മീഷണർ, അദ്ദേഹം അവിടെ കുറിപ്പുണ്ട്. അവരൊക്കെ അറിയാതെയാണ് ഈ കാര്യങ്ങൾ നടന്നതെന്നുള്ള പരിശോധന കൂടി വേണ്ടി വരും. 2019 ഹൈക്കോടതിയുണ്ട്, 2025 ഹൈക്കോടതിയുണ്ട്. അന്നില്ലാത്തൊരു കോടതി ഇന്നുണ്ടായെന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല. അന്നും കോടതിയുണ്ട്, ഇന്നും കോടതിയുണ്ട്.